നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് 2 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ NTPCയുടെ ചാർട്ട് നമ്മൾ ഹൈയും ലോയും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഹൈക്ക് മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത്. എന്നിരുന്നാൽ പോലും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് NTPC ലോങ് ടൈം ട്രെൻഡ് വരുന്നത് ഡൗൺ ട്രെൻഡിലാണ്. 4 അവർ ചാർട്ടിലാണ് നമ്മൾ ആ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തേക്കുന്നത്. അടുത്ത NTPCയുടെ ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് കാണിക്കുന്നത് ആണ് നമ്മളവിടെ മുകളിൽ കണ്ടത്. അപ്പോൾ ഈ ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് ഒരുപക്ഷെ ഡൗൺ ട്രെൻഡ് പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഡൗൺ സൈഡ് ആയിരിക്കും എന്ന് എടുക്കുന്നത്. അതല്ലെങ്കിൽ ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് ഫസ്റ്റ് 5 മിനിറ്റിൻ്റെ തന്നതിന് ശേഷം അതനുസരിച്ച് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ 15 മിനിറ്റിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്തിട്ട് നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്നുള്ളതൊന്ന് പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് കാണാം, ഈ ഒരു ഏരിയയിൽ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ റെസിസ്റ്റൻസും വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ഈ ഒരു പോയിൻറ്റിനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുവാണ്. ഏതാണ്ട് അവിടെ തന്നെയാണെന്ന് റെസിസ്റ്റൻസ് എടുത്തേക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഹൈക്ക് മുകളിൽ നിന്ന് ആ റെസിസ്റ്റൻസ് വരെ 3% മൂവാണ് ടോട്ടൽ ഉള്ളത്. മാർക്കറ്റ് ഓൾറെഡി ഇന്നത്തെ ലോയും ഹൈയും നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1.7% മൂവ് തന്നിട്ടുമുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത എൻട്രി നമ്മൾ നോക്കുന്നത് ONGCയിലാണ്. ONGCയുടെ ചാർട്ടും കൂടെ ഒന്ന് നോക്കിയേക്കാം. അതും ഇന്നലത്തെ പോലെ തന്നെ NTPCയിലെ പോലെ തന്നെ ഹൈക്ക് മുകളിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം വലിയൊരു മൂവ് മുകളിലേക്ക് തരുവാണ്. അത് ഓൾറെഡി 2.6% മൂവ് നമുക്ക് മുകളിലേക്ക് തന്നിട്ടുണ്ട്. പ്രീവിയസ് ഡേ ക്ലോസിങ്ങുമായിട്ട് 0.3% ചേഞ്ചാണ് അത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ നോക്കിയിട്ട് ഇന്ന് നമ്മൾ ട്രേഡ് ചെയ്യാൻ ഇതിനകത്ത് രണ്ടിനകത്തും എൻട്രി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതർവൈസ് ഇനി നമുക്ക് ഈ ലോയിലേക്ക് മാർക്കറ്റ് വരണം, അതിന് ശേഷം മാത്രമേ നമുക്ക് എൻട്രി എടുക്കാനുള്ള സാധ്യത അവിടെ കാണുന്നുള്ളൂ. ഇനി ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു ഏരിയയിൽ നമുക്ക് റെസിസ്റ്റൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. സോ ദാറ്റ് ആ ഒരു പോയിൻ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. ഏതാണ്ട് ഇവിടെ ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രീവിയസ് ഡേ ഹൈയുമായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 3% തന്നെ ചേഞ്ചാണ് അവിടെ ഉള്ളത്. എന്നാൽ അതിനകത്തൊരു 2% എബോ ഇന്നിപ്പോൾ ഓൾറെഡി ഓടിക്കഴിഞ്ഞു മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ ലോയിൽ വന്നാൽ മാത്രമേ അതിന് ശേഷം മുകളിലേക്കൊരു എൻട്രിയെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അതർവൈസ് ഇവിടെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ട് താഴത്തേക്ക് പോന്നാൽ അതൊരു എൻട്രി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ നമുക്കറിയാം നമ്മുടെ സ്ട്രാറ്റജി വരുന്നത് ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് ആണ്. അത് അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിങ്ങനെയാണ്, അപ് ട്രെൻഡിൽ നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ ഇത് പ്രീവിയസ് ഡേ ഹൈ ആണ്. ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു റീടെസ്റ്റ് വന്ന് അതിന് ശേഷം ഇവിടുന്ന് റിജക്റ്റ് ആകുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുക. ഇവിടെ എവിടുന്നെങ്കിലും നമുക്ക് എൻട്രി എടുത്താൽ പിന്നീട് നമുക്ക് നമ്മുടെ ടാർഗറ്റ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതാണ് അപ് ട്രെൻഡ് നമ്മൾ എൻട്രി എടുക്കുന്ന രീതി. ഇതിൻ്റെ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്മൾ ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണം, അതിന് ശേഷം ഒരു റീടെസ്റ്റ് വരണം, അത് ഈ ലൈനിനെ ക്രോസ് ചെയ്ത് മുകളിൽ പോകാതെ ക്ലോസിങ് തരിക. അതിനുശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടുന്ന് റിജക്റ്റ് ആകുമ്പോൾ, അതായത് ഒരു റെഡ് ക്യാൻഡിലായിരിക്കും നമ്മൾ പലപ്പോഴും എൻട്രി എടുക്കുക. ഇവിടുന്ന് എവിടെന്നെങ്കിലും നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ ടാർഗറ്റിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് എൻട്രി വരുന്നത്. അപ്പോൾ എന്തായാലും ഇനി സമയം ധാരാളം എടുക്കാൻ സാധ്യതയുണ്ട്. അതർവൈസ് ഇന്നിപ്പോൾ നമ്മളുടെ ആ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യാൻ സാധ്യതയുള്ളൊരു ദിവസമായിട്ട് കാണുന്നില്ല. എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇന്നിപ്പോൾ ONGCയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മേജർ ട്രെൻഡ് വരുന്നത് ഡൗൺ ട്രെൻഡാണ്. എന്നിരുന്നാലും നമുക്ക് ഇന്നിപ്പോൾ കാണാൻ പറ്റുന്നത്, സ്റ്റോക്കിൽ കാണാൻ പറ്റുന്നത് അപ് ട്രെൻഡ് പോകുന്നതായിട്ടാണ്. പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, അതിന് ശേഷം ഫസ്റ്റ് 5 മിനിറ്റിൻ്റെ ഹൈയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്.
ഈ ഒരു അവസ്ഥയിൽ നിൽക്കുവാണ്. പക്ഷേ ഇവിടെ പോയിട്ട് നമുക്ക് എൻട്രി ഇപ്പോൾ എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് വേണ്ടത് ഒരു ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിങ്ങനെയാണ്. ഫസ്റ്റ് 5 മിനിറ്റ് വെച്ചു, അതിനുശേഷം ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നത് ഈ ഒരു ലൈൻ കണ്ടോ, ഈ ഒരു ലൈനെയും ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബെസ്റ്റാണ്. അല്ലെങ്കിൽ ഇവിടെ വരെയെങ്കിലും വന്നതിന് ശേഷം അവിടുന്ന് റീടെസ്റ്റ് ഇങ്ങോട്ട് വരണം. എന്നിട്ട് ഇവിടുന്ന് റിജക്ഷൻ നമുക്ക് കിട്ടണം. ഇവിടുന്ന് റിജക്ഷൻ കിട്ടുമ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ നമുക്ക് ടാർഗറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ ഒരു രീതിയിൽ നമുക്ക് എൻട്രി കിട്ടണം. അപ്പോൾ ഈ ലൈനിന് മുകളിൽ ഒരു 0.5% എങ്കിലും മുകളിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം തിരികെ വരുന്നതാണ് നമുക്ക് നല്ലത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 0.26% മൂവ് വന്നിട്ടുള്ളൂ. സോ അതൊരു നല്ല മൂവായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള പവർ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇതിന് പരിസരത്ത് ചെന്നിട്ട് തിരിച്ചൊന്ന് വന്ന് അതിന് ശേഷം ഇത് ബ്രേക്ക് ചെയ്യാതെ ഒരു റിജക്ഷൻ ക്യാൻഡിൽ ഇതുപോലെ ഒരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് ഒരു ബ്രേക്ക് ഔട്ട് പോലെ എങ്കിലും നമുക്കവിടെ കിട്ടണം. അപ്പോൾ എൻട്രി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി മേജർ ട്രെൻഡിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ONGCയുടെ ഡേ ക്യാൻഡിൽസ് ആണ്. ഈ ഡേ ക്യാൻഡിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഡൗൺ ട്രെൻഡിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ കഴിഞ്ഞ ഒരു ട്രെൻഡ് ഇവിടെ നമുക്ക് കാണാം, നല്ല രീതിയിലൊരു ബുള്ളിഷ് ട്രെൻഡ് ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഡബിൾ ടോപ്പ് വെച്ചു. ഈ രണ്ട് ഏരിയാസ് ഡബിൾ ടോപ്പ് വെച്ചു. ഈ ഡബിൾ ടോപ്പ് വെച്ചതിന് ശേഷം ട്രെൻഡ് റിവേഴ്സ് ആയേക്കുന്നത് നമുക്ക് സപ്പോസ് ഇവിടെയാണെന്ന് കരുതാം. അതായത് ഈ ഒരു ചെറിയൊരു ട്രെൻഡ് അതിനെ കട്ട് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങി. ഇവിടെ വെച്ച് ട്രെൻഡ് റിവേഴ്സ് ആയി എന്ന് നമ്മൾ കണക്ക് കൂട്ടിയാൽ നമുക്ക് അതിൻ്റെ എത്ര ദിവസങ്ങൾ പിന്നീട് ഇതുവരെ വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഇന്ന് വരെ നോക്കിക്കഴിഞ്ഞാൽ 69 ബാറുകളാണ് ഉള്ളത്. 103 ദിവസം, അതിൽ തന്നെ 69 ട്രേഡിംഗ് ഡേയ്സ് ആണുള്ളത്. അപ്പോൾ ഈ 69 ട്രേഡിംഗ് ഡേയ്സിൽ എത്ര ദിവസം ഡൗൺ ട്രെൻഡാണ്, അതായത് ഇവിടെ ട്രെൻഡ് റിവേഴ്സലായി, അതിന് ശേഷമുള്ള 69 ദിവസം നല്ലൊരു മേജർ ഡൗൺ ട്രെൻഡിലാണുള്ളത്. അതിനകത്ത് എത്ര ദിവസം ഗ്രീൻ ക്യാൻഡിൽസ് ഉണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23. ഇന്നത്തെയും കൂടെ ഗ്രീൻ ക്യാൻഡിൽ ആയാൽ പോലും 24 ദിവസമേ ഉള്ളൂ. അതായത് 69 ദിവസത്തിൽ 23 ദിവസമേ ഓൾറെഡി നമുക്ക് ഗ്രീൻ ക്യാൻഡിൽസ് കിട്ടിയിട്ടുള്ളൂ. ബാക്കി എല്ലാ ക്യാൻഡിൽസും റെഡാണ്. അപ്പോൾ 23 ഡിവൈഡഡ് ബൈ 69 ഇൻറ്റു 100, അതായത് 33% മാത്രമാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാർക്കറ്റ് ക്ലോസിങ് തന്നിട്ടുള്ളൂ. ഇത് തന്നെയാണ് എന്താ പറയുന്നത്, മേജർ ട്രെൻഡ് നോക്കി ട്രേഡ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത. അതായത് മേജർ ട്രെൻഡ് എന്താണോ ആ രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യാനാണ് കൂടുതൽ സാധ്യത. നമ്മുടെ സ്റ്റോക്ക് ഒരുപക്ഷെ ഇപ്പോൾ ട്രേഡിങ്ങിന് ഓക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിവിടെ ബ്രേക്ക് ചെയ്തു, സപ്പോർട്ട് എടുത്തു, മുകളിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുവാണ്. നമുക്കിനി ഒരു പുൾ ബാക്കും കൂടെ വന്നിട്ടേ നമ്മൾ എൻട്രി എടുക്കുന്നുള്ളൂ. കാരണം കഴിഞ്ഞ ക്യാൻഡിൽ വരെ നോക്കിക്കഴിഞ്ഞാൽ ഹൈ അത് 0.4% പോയിട്ടുള്ളൂ. ഒപ്പം തന്നെ നിഫ്റ്റി ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ബുള്ളിഷ് ട്രെൻഡിൽ തന്നെ നിഫ്റ്റി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നിഫ്റ്റിയിൽ നല്ലൊരു ഗ്യാപ്പാണ് വന്നത്. കഴിഞ്ഞ ദിവസം നിഫ്റ്റി നല്ല മൂവ് തന്നത് നമ്മൾ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇത് ഇവിടുന്ന് ഒരു പുൾ ബാക്ക് വന്നിട്ട് അതിന് ശേഷം വരുന്ന അപ്സൈഡ് മൂവിൽ നമുക്ക് എൻട്രി എടുക്കാം. കാരണം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ്. ഒന്നെങ്കിൽ ഇവിടെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് നന്നായിട്ട് താഴത്തേക്ക് തള്ളുകയും എന്നാൽ ഈ ലൈനിനെ ബ്രേക്ക് ചെയ്ത് താഴെ പോകാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പ് ട്രെൻഡിലേക്ക് നോക്കാവുന്നതാണ്. ഒപ്പം തന്നെ നമ്മുടെ NTPC നോക്കുവാണെങ്കിൽ NTPC ഇന്നലത്തെ ദിവസം ഈ പറയുന്ന പോലെ ഹൈയും ലോയും ഇതായിരുന്നു. അതിൻ്റെ ചേഞ്ച് വരുന്നത് 3% ചേഞ്ച് ഇന്നലത്തെ ദിവസം തന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത് വലിയൊരു മൂവ് നടത്തണമെന്ന് നിർബന്ധമില്ല. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി അത് 1.5% എബോവ് മൂവ് തന്നിട്ടുമുണ്ട്. എന്നാൽ ONGCയുടെ കാര്യം അങ്ങനെയല്ല. ONGC പ്രീവിയസ് ഡേ നമ്മൾ കണ്ടിട്ടുണ്ട്, പല സ്റ്റോക്കുകളും അനങ്ങാതെ കിടക്കുന്ന ചില ദിവസങ്ങൾ 1.5% പ്രീവിയസ് ഡേ അത് മൂവ് ചെയ്തിട്ടുള്ളൂ. സോ ദാറ്റ് ഒരു വലിയ മൂവ് ഇന്ന് ONGCക്ക് അത് കിട്ടേണ്ടതാണ്.
അത് തന്നെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം നിങ്ങളെ അറിയിക്കാം. ഓക്കെ, ഇപ്പോൾ ONGC വന്നിട്ട് നമുക്കിവിടെ ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 1 മിനിറ്റിലെ ക്യാൻഡിലാണ് നമ്മൾ കാണുന്നത്. 5 മിനിറ്റിലെ ക്യാൻഡിലിൽ ബ്രേക്ക് ചെയ്ത് ക്ലോസിങ് തന്നിട്ടില്ല. നല്ല രീതിയിൽ അവിടെ മൂവ് വരുന്നുണ്ട്. സോ ഇനി നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം എന്നാണ് തോന്നുന്നത്. അറ്റ് ദ സെയിം ടൈം ഇവിടെ നിന്നുള്ള, അതായത് ഫസ്റ്റ് 5 മിനിറ്റ് റേഞ്ചിൽ നിന്നുള്ള അതിൻ്റെ ഹൈയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1%-ൻ്റെ മൂവാണ് തന്നേക്കുന്നത്. സോ ഇവിടുന്ന് പുൾ ബാക്ക് വരണം. നമുക്ക് ഇതിനടുത്ത് എവിടെയെങ്കിലും തന്നെ എൻട്രി കിട്ടിയാലേ നമ്മൾ ഇന്ന് എൻട്രി എടുക്കുന്നുള്ളൂ, അതല്ലെങ്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ പോയിട്ട് എൻട്രി എടുക്കാൻ പാടില്ലേ എന്ന് നമുക്ക് തോന്നാം, പക്ഷേ അത് അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ലായിരുന്നു. കാരണം ഇവിടെ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് അതിനെ ബ്രേക്ക് ചെയ്ത് പോകുമെന്ന് നമുക്കൊരു ഉറപ്പുമില്ല. ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞു സ്റ്റോക്ക് ഉള്ളത്, അല്ലെങ്കിൽ മാർക്കറ്റ് ഓൾറെഡി ഉള്ളത് ഡൗൺ ട്രെൻഡിലാണ്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ഇതാണ്, അതിനെ ബ്രേക്ക് നമുക്കവിടെ കിട്ടണം. അപ്പോൾ അതിനെ ബ്രേക്ക് കിട്ടണമെങ്കിൽ ഇവിടെ നല്ലൊരു കൺസോൾട്ടേഷൻ നടന്നിട്ട് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് പോലെ വന്നാലാണ് നമുക്ക് അതിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് മാർക്കറ്റിന് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് 1%-ൻ്റെ മൂവെങ്കിലും കിട്ടണം. അപ്പോൾ ഈ ഒരു റേഞ്ച് എവിടുന്നെങ്കിലും, ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഹൈ വരെ വീണ്ടും മാർക്കറ്റ് വരുന്നു എന്ന് കണക്കൂട്ടിയാൽ 1% എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് ഈ ലൈനിനോട് അടുത്ത് തന്നെ ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഡേ ഹൈ പോയി കഴിഞ്ഞാൽ, വീണ്ടും പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യത്തുള്ളൂ. സോ ഇനി മാർക്കറ്റ് ഒന്ന് പുൾ ബാക്ക് വന്ന് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. സമയം 9:48 മാർക്കറ്റ് നമുക്ക് എൻട്രി പോയിൻറ്റ്സ് ഒന്നും തന്നിട്ടില്ല. സോ നമ്മൾ എൻട്രി എടുത്തിട്ടില്ല, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ആ സമയത്ത് നമുക്ക് നമ്മളുടെ ജേണൽ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഈ മാസം നോക്കിക്കഴിഞ്ഞാൽ നമ്മളിതുവരെ 4-ാം തീയതി മുതൽ ഒരു 7 ദിവസം ലോസും ഒരു 4 ദിവസം പ്രോഫിറ്റുമാണ് എടുത്തിട്ടുള്ളത്. 7 ദിവസം ലോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 7 പോർഷൻ ലോസ് നമ്മൾ വരുത്തിയിട്ടുണ്ട്. 4 ദിവസത്തെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 1:2 വെച്ചിട്ട് 3 ദിവസം എടുത്തു, അപ്പോൾ 6. പിന്നെ ഇവിടെ ഒരു ദിവസം 1:3, അപ്പോൾ 9 ദിവസത്തെ പ്രോഫിറ്റാണ്. അതിൽ നിന്ന് 7 പോർഷൻ, 9 പോർഷൻ പ്രോഫിറ്റിൽ നിന്ന് 7 പോർഷൻ ലോസ് പോയി കഴിഞ്ഞാൽ നമുക്ക് 2 പോർഷൻ പ്രോഫിറ്റ് ഇവിടെ വരേണ്ടതാണ്. 2 പോർഷൻ എന്ന് പറയുമ്പോൾ ഒരു 120 രൂപയ്ക്ക് മുകളിൽ ഇവിടെ കാണിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ 45 രൂപയെ കാണിക്കുന്നുള്ളൂ. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു ദിവസം അത് ലോസ് എടുത്ത ഈ ഒരു ദിവസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 21-ാം തീയതി നമ്മൾ 2 ട്രേഡ് എടുത്തു. അപ്പോൾ ഇതുകൊണ്ടാണ് ഓവർ ട്രേഡ് ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പോൾ 2 ട്രേഡ് എടുത്തപ്പോൾ ഇപ്പോൾ 7 എന്നുള്ള സ്ഥാനത്ത് ആക്ച്വലി 8 പോർഷൻ ലോസ് നമുക്ക് വന്നിട്ടുണ്ട്. നെറ്റ് 1 പോർഷൻ്റെ പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതാണ് ഓവർ ട്രേഡ് ചെയ്താലുള്ള ഒരു കുഴപ്പം, ഇതാണ്. അപ്പോൾ എന്നിരുന്നാൽ പോലും നമുക്ക് ടോട്ടൽ ട്രേഡ് നോക്കിക്കഴിഞ്ഞാൽ 120 ട്രേഡ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതിനകത്ത് 49 പ്രോഫിറ്റും 71 ലോസുമാണ്. നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ 40% വിൻ റേഷ്യോ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഡിസിപ്ലിൻ ഒന്ന് തെറ്റിച്ചതിൻ്റെയാണ് ഇവിടെ നമ്മുടെ P&L-നെ അത് അഫക്റ്റ് ചെയ്തേക്കുന്നത്. രണ്ടാമത് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം 5 ദിവസം നമുക്ക് ലോസ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കാരണം ഈ ദിവസങ്ങളിലെ ചാർട്ട് NTPC, ONGC, NTPC, ONGC ഈ രീതിയിലാണ് നമ്മൾ ട്രേഡ് എടുത്തേക്കുന്നത്. ഈ പർട്ടിക്കുലർ ഡേയ്സിലെ ചാർട്ട് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മൾ കറക്റ്റ് ബ്രേക്ക് നടന്നു, പക്ഷേ റീടെസ്റ്റ് കറക്റ്റായിട്ട് നടക്കുന്നതിന് മുന്നേ തന്നെ നമ്മളവിടെ എൻട്രി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫേക്ക് ബ്രേക്ക് ഔട്ടിൽ പോയിട്ട് നമ്മൾ ബ്രേക്ക് ഔട്ട് ട്രേഡർ എന്ത് ചെയ്യുന്നു ആ രീതിയിലേക്ക് നമ്മൾ കുറച്ച് അഡ്വാൻസ് ആയിട്ട് നമ്മളുടെ എൻട്രികൾ നമ്മൾ പോസ്റ്റ് ചെയ്തു. അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചേക്കുന്നത്. ഇന്നും ഇവിടെ പറയുകയാണെങ്കിൽ ഇവിടെ ബ്രേക്ക് ചെയ്തു, ഒരു റെഡ് ക്യാൻഡിൽ വെച്ചു, എന്നിട്ട് ഇവിടെ നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ ഇത് ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. കാരണം ഇത് ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് മുന്നിലേക്ക് പോയിട്ട് തിരിച്ചു വന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് എന്ന് പറയാൻ പറ്റും. ഇത് ജസ്റ്റ് ബ്രേക്ക് ഔട്ടാണ്. അപ്പോൾ ബ്രേക്ക് ഔട്ടിൽ തന്നെ നമ്മളിവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താണോ അതായിരിക്കും അവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ 5 മിനിറ്റ് ക്യാൻഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ വെച്ചിട്ടില്ല. അപ്പോൾ 1 മിനിറ്റിൽ വരുമ്പോൾ ജസ്റ്റ് ഈ ഒരു റെഡ് ക്യാൻഡിൽ കൊണ്ടിട്ട് കാര്യമില്ല. അപ്പോൾ നല്ല രീതിയിൽ മുകളിലേക്ക് പോയി അവിടെ നിന്ന് നല്ല രീതിയിൽ താഴത്തേക്ക് വന്നു. ഇവിടെ സപ്പോർട്ട് എടുക്കുമ്പോഴാണ് നമ്മൾ സപ്പോർട്ട് എടുത്ത് ഇവിടുന്ന് റിജക്റ്റ് ആകുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. അപ്പോൾ അതാണ് ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ്. അപ്പോൾ ആ ഒരു റൂള് നമ്മൾ ഈ കഴിഞ്ഞ
ലാസ്റ്റ് 5 ഡേയ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോസ് അടിച്ച എല്ലാ ദിവസവും നമ്മളത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതർവൈസ് ഈ ബ്രേക്ക് ആൻഡ് റീടെസ്റ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു ദിവസവും നമുക്ക് എൻട്രി ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇല്ലാത്തൊരു എൻട്രി കയറി എടുത്തു, അതിൻ്റെയാണ് നമുക്ക് ഈ ലോസ് അടിച്ചേക്കുന്നത്. ഓക്കെ, അത് കുഴപ്പമില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ 200 ടോട്ടൽ ട്രേഡിംഗ് ഡേയ്സിലേക്ക് എത്തുന്നതിനുള്ളിൽ നമുക്കിതിനെല്ലാം കറക്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ സമയം നമുക്കിനിയും ധാരാളം ഉണ്ട്. ആഫ്റ്റർ 200 ഡേയ്സ് നമുക്ക് കോമ്പൗണ്ടിങ്ങും അതേപോലെ തന്നെ ഹൈ റിസ്ക് റിവാർഡ് 1:3 4 ഒക്കെ നമ്മൾ അപ്പോഴായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോഴാണെങ്കിൽ പോലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമ്മൾ ഈ ഒരു രീതിയിൽ ട്രേഡ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഓൾമോസ്റ്റ് എല്ലാ ദിവസവും 1:3 എബോയാണ് മാർക്കറ്റ് തന്നേക്കുന്നത്. അപ്പോൾ 1:3 വെച്ച് നമ്മൾ ഈ എല്ലാ ദിവസവും എടുത്തിരുന്നെങ്കിൽ നമുക്കിവിടെ നല്ല ഹ്യൂജ് പ്രോഫിറ്റിലേക്ക് കാണിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ 40% വിൻ റേഷ്യോ വെച്ച് തന്നെ ഹൈ റിസ്ക് റിവാർഡിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല പ്രോഫിറ്റ് വന്നോളും. സോ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ 200 ദിവസത്തിനുള്ളിൽ ഒന്ന് പാകപ്പെട്ട് വന്നാൽ മതി. അപ്പോൾ അതിനുള്ള സമയം നമുക്കിവിടെ കിടപ്പുണ്ട്. ഓവർ ട്രേഡിലേക്ക് പോകുന്ന ആൾക്കാർ അത് ചെയ്യാതിരിക്കുക. ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം എന്ന നിലയിൽ ചെയ്താൽ അത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുവാണ്. ഇവിടെ നമുക്ക് എൻട്രി പോയിൻ്റ് കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ എൻട്രി എടുത്തില്ല. മാർക്കറ്റ് ആ റെസിസ്റ്റൻസിനെ ഫസ്റ്റ് ബ്രേക്ക് ചെയ്തു, അതിനുശേഷം ട്രെൻഡ് ലൈനിനെയും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ട്രേഡ് എടുത്തില്ല. അപ്പോൾ ഇതിൻ്റെ പുറകെ പോയി ട്രേഡ് എടുക്കേണ്ട ആവശ്യം നമുക്കില്ലായിരുന്നു. ഇല്ലെങ്കിൽ ഇതേ എൻട്രി, ഇവിടെ നമ്മൾ എൻട്രി എടുത്താൽ എന്ത് സംഭവിക്കാമോ ഇതേ എൻട്രിയാണ് നമ്മൾ കഴിഞ്ഞ ഏകദേശം 5 ദിവസമായിട്ട് എടുത്തുകൊണ്ടിരുന്നത്. അതിൻ്റെ റിസൾട്ട് ഇതാണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നത് കൊണ്ടാണ്. നിങ്ങൾ ആ ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ എൻട്രി തന്നെടുത്ത് കയറി എൻട്രി എടുത്തപ്പോഴൊക്കെ കഴിഞ്ഞ 5 ദിവസം നമുക്ക് കണ്ടിന്യൂസ് പണി കിട്ടിയായിരുന്നു. എന്നാൽ ഇന്ന് എൻട്രി എടുത്തിരുന്നെങ്കിൽ അതങ്ങനെ പോകുമായിരുന്നു. പക്ഷേ നമ്മുടെ ആക്ച്വൽ റൂൾസ് പ്രകാരം നമ്മളിവിടെ അല്ല എൻട്രി എടുക്കേണ്ടത്. മാർക്കറ്റ് മുകളിലേക്ക് പോയി തിരിച്ച് റീടെസ്റ്റ് വരണം. അത് ഇവിടെ വരെ വന്നിട്ട് കാര്യമില്ല. നമുക്ക് ഇവിടെ ഒരു 254 മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്തിട്ട് റിവേഴ്സ് ആകുന്ന സമയത്തായിരുന്നെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എൻട്രി എടുക്കാമായിരുന്നു. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റെഡ് ക്യാൻഡിൽ വെച്ചതിന് ശേഷം നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തു എന്ന് കണക്കൂട്ടിയാൽ ഇതാ ഇവിടെ 0.5 മുകളിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് 1 വെക്കണം. 2 ഇപ്പോൾ 1% എബോ നമുക്ക് ടാർഗറ്റ് അടിക്കാൻ 1:2 കിട്ടാനുള്ളത് ആയിട്ടുണ്ട്. പക്ഷേ ഇത് ഒന്നുമല്ലാത്തൊരു പൊസിഷനിലായിപ്പോയി ആ എൻട്രി കാണിച്ച്. സോ ദാറ്റ് നമ്മൾ എൻട്രി എടുക്കാതിരുന്നതാണ്. അപ്പോൾ ഏതൊക്കെ എൻട്രി നമ്മൾ എടുത്തു എന്നതിൽ കൂടുതൽ നമ്മൾ എൻട്രി എടുക്കാതിരുന്നാൽ ഉള്ള ഗുണം എന്ന് വെച്ചാൽ പെർഫെക്റ്റ് എൻട്രി അല്ല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ എൻട്രി എടുത്തില്ല എങ്കിൽ നമുക്ക് ലോസ് സംഭവിക്കുന്നില്ല. ഒപ്പം തന്നെ നമ്മുടെ മാനസികാവസ്ഥ കുറച്ചും കൂടെ സ്ട്രോങ് ആവുകയാണ്. അതായത് നമ്മളായിട്ട് വേണ്ട എന്ന് വെക്കുകയാണ് ഒരു ട്രേഡ് എടുക്കാതിരിക്കാൻ, സത്യം പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഒരു ദിവസം ട്രേഡ് ചെയ്യാതിരിക്കാൻ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ഒരു ഘട്ടത്തിൽ ഒരാൾക്ക് പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ടിട്ടാണ് ഓരോ എൻട്രി എന്ന് തെറ്റിദ്ധരിച്ച് ഇല്ലെങ്കിൽ പെർഫെക്റ്റ് ആണെന്ന് തോന്നിയിട്ടാണ് ഓവർ ട്രേഡൊക്കെ പലരും ചെയ്യുന്നത്. പക്ഷേ നെറ്റ് റിസൾട്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോസ് ആയിരിക്കും. അപ്പോൾ ലോസ് ഉണ്ടാക്കാതിരിക്കുക, ഡിഫെൻസീവായിട്ട് മാത്രം നമ്മളിവിടെ കളിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ട്രേഡ് എടുത്തില്ല എങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയില്ല എന്നേ ഉള്ളൂ, പക്ഷേ ലോസ് സംഭവിച്ചിട്ടില്ല. നമ്മുടെ മാനസികാവസ്ഥ കുറച്ചും കൂടെ സ്ട്രോങ് ആവുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ട്രേഡ് മിസ്സായതിൽ ഒരു ബുദ്ധിമുട്ടും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് റെസിസ്റ്റൻസ് ഉള്ളത് ഇവിടെയാണ്. അപ്പോൾ അവിടെ വരെ മാർക്കറ്റ് പോയില്ലെങ്കിലും നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം വീണ്ടും പറയുവാണ്. ഈ ഒരു സപ്പോർട്ട് ലൈനെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തുന്നില്ല എങ്കിൽ ഇതിൻ്റെ മധ്യഭാഗത്ത് വരെ എത്താനുള്ള സാധ്യതയുണ്ട്. ഓൾറെഡി മധ്യഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി മാർക്കറ്റിന് വേണമെങ്കിൽ ഇവിടുന്ന് റിവേഴ്സ് ആവാം. അതിനുശേഷം ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ട് വീണ്ടും ഇങ്ങനെ കൺസോൾഡേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയും, അങ്ങനെ പല വിധത്തിലുള്ള സാധ്യതകൾ മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഇവിടെ ഇനി 254 വന്നാൽ ഒരുപക്ഷെ ഇവിടുന്ന് നമ്മൾ വീണ്ടും എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ എൻട്രി എടുക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, മാർക്കറ്റ് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല 5 മിനിറ്റിലേക്ക് വരുമ്പോൾ. ഇനി 1 മിനിറ്റിലേക്ക് വരുമ്പോൾ ഓൾറെഡി ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ചെയ്തതായിട്ടുമാണ് കാണിക്കുന്നത്. അപ്പോൾ കൺഫ്യൂസിംഗ് ആണ് കാര്യങ്ങൾ. നമുക്ക് എന്തായാലും എൻട്രി ഉള്ളത് 254 മാർക്കറ്റ് വന്ന് ട്രിഗർ ആയാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് നമ്മളിവിടെ ഒരു അലർട്ട് സെറ്റ് ചെയ്യുവാണ്. ONGC 254 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 254 വന്നു കഴിഞ്ഞാൽ ഈ അലർട്ട് വരും. ഈ അലർട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്കിനി എൻട്രി പോയിൻറ്റിന് വേണ്ടി നോക്കേണ്ടതുള്ളൂ. അപ്പോൾ
എന്തായാലും നമുക്ക് അത്രയും സമയത്തേക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ ട്രേഡുകൾ കണ്ടിന്യൂസ് ചെയ്ത് പോകുമ്പോൾ ഇല്ലെങ്കിൽ നമുക്കറിയാം വിജയിച്ച ട്രേഡർമാരെ ആരെ എടുത്തു നോക്കിയാലും അവരൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു 3-4 വർഷം കണ്ടിന്യൂസ്ലി ലോസിൽ നിന്നതിന് ശേഷം അല്ലെങ്കിൽ ₹1 പോലും പ്രോഫിറ്റ് ഉണ്ടാക്കാത്തതിന് ശേഷമാണ് പിന്നീടാണ് എല്ലാവരും വിജയിക്കാൻ തുടങ്ങിയേക്കുന്നത്. അപ്പോൾ എല്ലാവരും പൊതുവെ പറയുന്ന ഒരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്, സ്ട്രാറ്റജി. ഒരേ ഒരു സ്ട്രാറ്റജി മാത്രമാണ് ഈ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്ട്രാറ്റജിയിൽ എത്രയാണോ വിൻ റേഷ്യോ കിട്ടുന്നത്, ഇപ്പോൾ വളരെ ലോ ആയിരിക്കാം ചിലപ്പോൾ, ഇല്ലെങ്കിൽ 40% അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ അതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് കണ്ടിന്യൂസ്ലി അത് മാത്രം ചെയ്തു പോകുന്ന ഒരു രീതിയാണ് അവരൊക്കെ ചെയ്യുന്നത്. ഒപ്പം തന്നെ ചില പർട്ടിക്കുലർ ടൈമിൽ നമുക്കറിയാം മാർക്കറ്റിന് സീസൺസ് ഉണ്ട്. അപ്പോൾ ചില സീസണുകൾ ഇവരുടെ സ്ട്രാറ്റജിക്ക് അനുയോജ്യമല്ല, ഇല്ലെങ്കിൽ കണ്ടിന്യൂസ് ലോസ് അടിക്കുന്നു എന്നൊക്കെ വരുന്ന സമയത്ത് ഇവരൊക്കെ കുറച്ചധികം ദിവസങ്ങളിൽ ട്രേഡ് എടുക്കാതെ നിൽക്കുന്നതൊക്കെ ആ ഒരു അനുഭവമൊക്കെ ഇവർ പലരും പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സംഭവിച്ച, ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ കറക്റ്റ് ചെയ്ത് പിന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇത് ഓട്ടോമാറ്റിക്കലി വരാൻ തുടങ്ങുമ്പോഴാണ്, അതായത് നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങൾ ഉള്ളിൽ കിടക്കുന്നുണ്ട്, ട്രേഡിന് ഇരിക്കുമ്പോൾ ചാർട്ട് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ നിന്ന് അത് വരാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത് എന്നതാണ് പൊതുവിൽ ഇവരൊക്കെ പറഞ്ഞു കേട്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് 5 മിനിറ്റ് റേഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഒപ്പം തന്നെ നമുക്കിവിടെ കാണാം ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട്. ഈ കൺസോൾട്ടേഷന് ശേഷമാണ് ഇവിടെ ബ്രേക്ക് ഔട്ട് വന്നേക്കുന്നത്. അതിന് ശേഷമാണ് റെഡ് ക്യാൻഡിൽ വെച്ചിട്ട് വീണ്ടും കയറി പോകുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാം, അതിൽ തെറ്റൊന്നുമില്ല. ഇവിടെ പോയിട്ടൊരു പുൾ ബാക്ക് വരണമെന്ന് നിർബന്ധമില്ല എന്നത് ഈ സ്ട്രാറ്റജി ചെയ്ത് വിജയിച്ച ആൾക്കാർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ട്രേഡിനിരിക്കുന്ന സമയത്ത് നമ്മളുടെ സിസ്റ്റം പറയുന്നതനുസരിച്ച് ഇവിടെ പോയി അതിന് ശേഷം റീടെസ്റ്റ് വന്ന് അതാണ് നമ്മുടെ മൈൻഡിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു കൺസോൾട്ടേഷൻ വന്നത് നമ്മൾ തിരിച്ചറിയുന്നുമില്ല, നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ അത് തിരിച്ചറിവിലേക്കൊന്നും വരുന്നില്ല. ഒപ്പം ഇവിടെ ബ്രേക്ക് ഔട്ട് വന്ന് ഇവിടെ പോകുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാനായിട്ടുള്ള ധൈര്യം അതുകൊണ്ട് തന്നെ വരുന്നുമില്ല. ഇപ്പോൾ ഈ ഒരു പോയിൻ്റ് നമുക്ക് മനസ്സിലായിരിക്കുവാണ്. സോ ദാറ്റ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അതും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ്. സുഹൃത്തുക്കളെ, നമ്മളപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാൻ പോവുകയാണ്. മണി 11 ആകുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സ്ട്രാറ്റജി മാത്രം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമുള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ ഏതൊരു വിജയിച്ച ട്രേഡർ എടുത്താലും അയാളുടെ സ്ട്രാറ്റജി എന്താണോ അത് തന്നെ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരുന്നതായിരിക്കും. സോ ഒപ്പം തന്നെ നമ്മളുടെ ആ റൂൾസ് വയലേറ്റ് ചെയ്യാതെയായിരുന്നു നമ്മൾ ഈ ആഴ്ച മുഴുവനും ട്രേഡ് ചെയ്തിരുന്നത്. അതായത് കഴിഞ്ഞ ആഴ്ച മുഴുവൻ ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ ഈ 5 ലോസ് നമുക്ക് ഉണ്ടാവത്തില്ലായിരുന്നു. അപ്പോൾ ഒരു പുതിയ കാര്യം കൂടെ നമ്മൾ പഠിച്ചു. ഇവിടെ ഇതുപോലെ കൺസോൾട്ടേഷൻ വന്നതിന് ശേഷം ബ്രേക്ക് ഔട്ട് വന്നാൽ പിന്നത്തെ റെഡ് ക്യാൻഡിലിന് ശേഷമുള്ള റിജക്ഷൻ ക്യാൻഡിൽ വേണമെങ്കിലും നമുക്ക് എൻട്രി എടുക്കാൻ നമ്മൾ പഠിച്ചു. പക്ഷേ അടുത്തൊരു ട്രേഡിലും ഇത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അത് തിരിച്ചറിയണമെന്ന് നിർബന്ധമില്ല. 1, 2, 3 തവണയൊക്കെ മിസ്സായി കഴിയുമ്പോഴായിരിക്കും നമ്മളത് പഠിക്കുകയും നമ്മുടെ ബോധമനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലത് തറവായിട്ട് ഇരിക്കുകയോ പിന്നീട് ഇത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങുന്നൊരു സ്റ്റേജ് എത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ മാത്രമേ തീർച്ചയായിട്ടും നമ്മൾ വിജയത്തിലേക്ക് എത്തത്തുള്ളൂ. ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 1:4 മാർക്കറ്റ് ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. സോ നല്ലൊരു റിസ്ക് റിവാർഡ് കിട്ടാമായിരുന്ന ട്രേഡ് ഡേ ആണ് കഴിഞ്ഞു പോകുന്നത്. ഒരു കാര്യം നമ്മളിവിടെ പഠിച്ചു എന്നതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ നമുക്കുള്ള ഗുണം. അപ്പോൾ എനിവേ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.